الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن أصدق الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും പാലിക്കണമെന്ന് ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിന്റെ വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ ഒരുപാട് ചോദ്യങ്ങൾക്ക് വിധേയനായിട്ടുണ്ട്. അത്തരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം സമയം പലപ്പോഴായി പല സന്ദർഭങ്ങളിലായി റസൂൽ ചോദിക്കപ്പെട്ടിട്ടുള്ള അഥവാ റസൂലിനോട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ആളുകളായ ആളുകൾ, മനുഷ്യർ അല്ലെങ്കിൽ സ്വഹാബത്ത്, പല ആളുകളും വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് മത്തസ്സാഅ, എന്നാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക എന്നുള്ള ചോദ്യം. ഒരിക്കൽ ഒരു അറാബിയായ മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ച ചോദ്യം മത്തസ്സാഅ എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് നൽകുന്ന മറുപടി മാദാ അഅദത ലഹ, അതിനുവേണ്ടി നീ എന്താണ് സമ്പാദിച്ചത്, അതിനുവേണ്ടി നീ എന്താണ് തയ്യാറാക്കിയത് എന്നാണ് റസൂൽ തിരിച്ചു ചോദിക്കുന്നത്. അദ്ദേഹം അതിന് നൽകുന്ന മറുപടി ഹുബ്ബുല്ലാഹി വ റസൂലിഹി, ഞാൻ അല്ലാഹുവിനെ സ്നേഹിക്കുന്നു, റസൂലിനെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. റസൂൽ ആ സമയത്ത് പറഞ്ഞു അൻത മഅ മൻ അഹ്ബബ്ത, നീ സ്നേഹിക്കുന്നവരുടെ കൂടെ സ്വർഗത്തിലായിരിക്കുമെന്ന്. ഇവിടെ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, റസൂലിനോട് ചോദിച്ച ചോദ്യം മതസ്സാഅ, ഖിയാമത്ത് നാൾ എന്നാണ്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പല സന്ദർഭങ്ങളിലായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ചോദ്യത്തിന് വിധേയനായ ആ സംഭവം അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യം വിശദീകരിക്കുന്നുണ്ട്. യസ്അലൂനക അനിസ്സാഅതി അയ്യാന മുർസാഹ, അതുപോലെ തന്നെ യസ്അലു അയ്യാന യൗമുൽ ഖിയാമ, ആ രൂപത്തിലുള്ള ഒരുപാട് പ്രയോഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സൂറത്തുൽ അഹ്സാബിന്റെ 63-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ചോദിക്കുകയാണ്, അല്ലാഹു തആല പറയുകയാണ് യസ്അലുകന്നാസു അനിസ്സാഅ, ജനങ്ങൾ നിന്നോട് ചോദിക്കുന്നു ഖിയാമത്ത് നാളിനെ സംബന്ധിച്ച്, എന്നാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക എന്ന്. ഖുൽ ഇന്നമാ ഇൽമുഹാ ഇൻദല്ലാഹ്, റബ്ബിയെ താങ്കൾ പ്രഖ്യാപിക്കണം, ഇന്നമാ ഇൽമുഹാ ഇൻദല്ലാഹ്, അതിനെ സംബന്ധിച്ചുള്ള അറിവ് അല്ലാഹുവിന്റെ അടുത്താണ്, അതിനെ സംബന്ധിച്ചുള്ള അറിവ് അല്ലാഹുവിന്റെ അടുത്താണ്. വമാ യുദ്രിക ലഅല്ല സഅത തകൂനു ഖരീബ, നിനക്കെന്തറിയാം, ഒരുപക്ഷെ ഖിയാമത്ത് നാൾ വളരെ അടുത്തു തന്നെയായിരിക്കുമെന്നാണ് അല്ലാഹു തആല പറയുന്നത്. ഖിയാമത്ത് നാൾ ലഅല്ല സഅത തകൂനു ഖരീബ എന്നാണ് അല്ലാഹു തആല പറയുന്നത്. അതുപോലെ തന്നെ സൂറത്തുൽ ഖമറിന്റെ ആദ്യ വചനത്തിൽ അല്ലാഹു തആല പറഞ്ഞു ഇഖ്തറബത്തിസ് സാഅതു വൻശഖൽ ഖമർ, ചന്ദ്രൻ പിളർന്നു കഴിഞ്ഞു, അതേ ഖിയാമത്ത് നാൾ അടുത്തു കഴിഞ്ഞു എന്നാണ് അല്ലാഹു തആല പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസിൽ കാണാം ബുഇസ്തു അനാ വസ്സഅതു കഹാതൈൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ചെറിയ വിരലും അതുപോലെ അദ്ദേഹത്തിന്റെ ചൂണ്ടുവിരലും അതുപോലെ തന്നെ നടുവിരലും ഇങ്ങനെ സൂചിപ്പിച്ചുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു ബുഇസ്തു അനാ വസ്സഅതു ഹകദ, ഞാൻ പ്രവാചകനായി നിയോഗിതനായി, അല്ലാഹു തആല എന്നെ പ്രവാചകനായി നിശ്ചയിച്ചു. അതുകൊണ്ട് തന്നെ റസൂൽ പറയണ അനാ വസ്സഅതു ഹകദ, ഞാനും ഇപ്രകാരം, ഞാനും എന്റെ നിയോഗവും അല്ലെങ്കിൽ ഞാനും ഖിയാമത്ത് നാളും ഇപ്രകാരമാണ്, അത്രയും അടുത്താണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. കാന മിഖ്ദാറുഹു 50,000 സന, നാളിന്റെ അല്ലെങ്കിൽ ആ ലോകത്തുള്ള ഒരു ദിവസം
50,000 വർഷത്തിന് തുല്യമാണ് എന്നാണ് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. അതുമായി ബന്ധിപ്പിക്കുമ്പോൾ വളരെ കുറഞ്ഞ കാലം മാത്രമാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ജീവിതം എന്നുള്ളതാണ്. അല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് നാൾ വളരെ അടുത്ത് സംഭവിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല വിശുദ്ധ ഖുർആൻ സൂറത്ത് മുഹമ്മദിന്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്ന കാര്യം വളരെ ശ്രദ്ധേയമാണ്. അല്ലാഹു തആല പറയുകയാണ്, വഹൽ യൻദുറൂന ഇല്ല സ്സാഅ അൻ തഅതിയഹും ബഗ്തതൻ വഖദ് ജാഅ അശ്റാതുഹാ ഫഅന്നാ ലഹും ഇദാ ജാഅതുഹും ദിക്റാഹും എന്നാണ് അല്ലാഹു തആല ചോദിക്കുന്നത്. അതെ, ഫഹൽ യൻദുറൂന ഇല്ല സ്സാഅ, അവർ പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ അവർ നോക്കി നിൽക്കുന്നത് ആ ഖിയാമത്ത് നാളിനെ അല്ലാതെ മറ്റു വല്ലതിനെയുമാണോ? അൻ തഅതിയഹും ബഗ്തതൻ, വളരെ പെട്ടെന്ന് അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന ആ ഖിയാമത്ത് നാളിനെ അല്ലാതെ അവർ പ്രതീക്ഷിക്കുന്നില്ല, അതിനെയാണ് അവർ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഫഖദ് ജാഅ അശ്റാതുഹാ, ആ ഖിയാമത്തിന്റെ അടയാളങ്ങൾ അത് സംഭവിച്ചിട്ടുണ്ട്, അത് ആഗതമായിട്ടുണ്ട് എന്നാണ് അല്ലാഹു തആല പറയുന്നത്. ഫഅന്നാ ലഹും ഇദാ ജാഅതുഹും ദിക്റാഹും, അത് ആ ഖിയാമത്ത് നാൾ സംഭവിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവർക്ക് അവരുടെ ഉപദേശം പ്രയോജനപ്പെടുക എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഖിയാമത്ത് നാളിന്റെ അലാമത്ത് എന്ന നിലക്ക് വിശുദ്ധ ഖുർആനിലും അതുപോലെ തന്നെ ഹദീസുകളിലും ധാരാളമായി കാണാൻ സാധിക്കും. ഫഖദ് ജാഅ അശ്റാതുഹാ, ആ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ വന്നു കഴിഞ്ഞു എന്ന് വിശുദ്ധ ഖുർആന്റെ സൂചനയാണ്, അല്ലെങ്കിൽ ആ രൂപത്തിൽ വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ, അല്ലാഹു തആലയുടെ ആയാത്തുകളുടെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ ഖിയാമത്ത് നാളിന്റെ അലാമത്തുകൾ, അടയാളങ്ങൾ 2 രൂപത്തിലായി വ്യത്യസ്തമായ വിഭജനങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട വിഭജനമാണ് 2 രൂപത്തിലുള്ള വിഭജനം. അശ്റാത്തുൻ കുബ്ര, അശ്റാത്തുൻ സുഗ്റ, ചെറിയ അടയാളങ്ങൾ, ഖിയാമത്ത് നാളിന്റെ ചെറിയ അടയാളങ്ങളൊന്നും അതുപോലെ തന്നെ ഖിയാമത്ത് നാളിന്റെ വലിയ അടയാളങ്ങളൊന്നും, ഈ 2 നിലക്ക് ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ വേർതിരിച്ചതായി കാണാൻ സാധിക്കും. എന്താണ് അശ്റാത്തുൻ സുഗ്റ? ചെറിയ അടയാളങ്ങൾ, ഖിയാമത്ത് നാളിന്റെ ചെറിയ ചെറിയ അടയാളങ്ങൾ എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ 50-ൽ പരം കാര്യങ്ങൾ രേഖപ്പെടുത്തി. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ബിഅസത്തുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായി നിയോഗിതനായി എന്നുള്ളത് ഖിയാമത്ത് നാളിന്റെ ഒരു അലാമത്താണ്, അടയാളമാണ്. ഇനിയൊരു പ്രവാചകൻ കടന്നു വരാനില്ല. അതുപോലെ തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു എന്നുള്ളതും ഖിയാമത്ത് നാളിന്റെ ഒരു ചെറിയ അടയാളമാണ്. കാരണം ഇനിയൊരു പ്രവാചകൻ കടന്നു വരാനില്ല, പ്രവാചകന്മാരുടെ ശൃംഖല ഇതോടുകൂടി അവസാനിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ അത് ഖിയാമത്ത് നാളിലെ ചെറിയ അടയാളമായി കൊണ്ടാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ഫിത്നകൾ വ്യാപിക്കുക, യുദ്ധങ്ങൾ വ്യാപിക്കുക, അതുപോലെ തന്നെ ഭൂകമ്പങ്ങൾ വ്യാപിക്കുക എന്നിത്യാദിയുള്ള കാര്യങ്ങൾ, അതും ചെറിയ ഖിയാമത്ത് നാളിന്റെ ചെറിയ അടയാളങ്ങളിലാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് വളരെ ശ്രദ്ധേയമാണ്. ഇന്ന മിൻ അശ്റാത്തി സ്സാഅ, ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ് അയ്യുർഫഅൽ ഇൽമു, ഇൽമു ഉയർത്തപ്പെടുമെന്നുള്ളത്. അഥവാ മതവിജ്ഞാനം ത്തെക്കുറിച്ചുള്ള അറിവ് ഉയർത്തപ്പെടും. എങ്ങനെയാണത് ഉയർത്തപ്പെടുക? പണ്ഡിതന്മാരുടെ മരണത്തിലൂടെ. അല്ലാഹു തആല പണ്ഡിതന്മാരെ മരിപ്പിക്കും. അങ്ങനെ പണ്ഡിതന്മാരുടെ ഇല്ലായ്മയോടുകൂടി, പണ്ഡിതന്മാർ മരിക്കുന്നതോടുകൂടി അറിവുകൾ ഇല്ലാതെയാകുമെന്നുള്ളതാണ് ഖിയാമത്ത് നാളിന്റെ അടയാളമായിക്കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. വയത്ബുതൽ ജഹ്ലു, അതുപോലെ തന്നെ അറിവില്ലായ്മ, ഇൽമില്ലാത്ത ഒരു അവസ്ഥ, കൃത്യമായ മതത്തെക്കുറിച്ചുള്ള അറിവില്ലാത്ത ഒരു അവസ്ഥ ഇവിടെ സ്ഥിരമാകുമെന്നുള്ളതും, വയുശ്റബൽ ഖംറു, കള്ള് കുടിക്കപ്പെടുമെന്നുള്ളതും, ധാരാളമായി മദ്യപിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയും, വയദ്ഹറ സിന, വ്യഭിചാരം പ്രകടമാവുകയും, വളരെ പരസ്യമായി വ്യഭിചരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ 50-ൽ പരം കാര്യങ്ങൾ പണ്ഡിതന്മാർ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള അടയാളങ്ങളൊക്കെ അശ്റാത്തുൻ സുഗ്റ, ചെറിയ അടയാളങ്ങളായിക്കൊണ്ടാണ്, ഖിയാമത്ത് നാളിന്റെ ചെറിയ അടയാളങ്ങളായിക്കൊണ്ടാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് എങ്കിൽ, പണ്ഡിതന്മാർ തന്നെ അശ്റാത്തുൽ കുബ്ര, വലിയ അടയാളങ്ങൾ, ഖിയാമത്ത് നാളിന്റെ വലിയ അടയാളങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിന്റെ അടിസ്ഥാനത്തിലും അല്ലാഹു തആലയുടെ ആയാത്തിന്റെ അടിസ്ഥാനത്തിലും വളരെ കൃത്യമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും വലിയ അടയാളങ്ങളെ സംബന്ധിച്ച് പറയുന്നിടത്ത് ആദ്യമായി പറയുന്നത് ദുഹൂറുൽ മഹ്ദി, മുഹമ്മദ് ഇബ്നു അബ്ദില്ലാ എന്ന പേരിലുള്ള അൽ ഇമാം മഹ്ദി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വരവാണ്. അതുപോലെ തന്നെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വരവും, അതുപോലെ തന്നെ ദജ്ജാലിന്റെ വരവും, അതുപോലെ തന്നെ തുലൂഉശ് ശംസി മിനൽ മഗ്രിബ്, പിന്നെ പടിഞ്ഞാറിൽ നിന്ന് സൂര്യൻ ഉദിക്കുന്നതും, അതുപോലെ തന്നെ യഅജൂജ് മഅജൂജിന്റെ വരവും, ദാബത്തുൽ അർദിന്റെ വരവും, ആ രൂപത്തിൽ പണ്ഡിതന്മാർ അത് നിരത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്
ഖിയാമത്ത് നാളിന്റെ അശറാത്തുൻ കുബ്ര, വലിയ അടയാളത്തിൽ പെട്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് മസീഹുദ്ദജ്ജാൽ, ഫിത്നത്തുൽ മസീഹിദ്ദജ്ജാൽ, മസീഹുദ്ദജ്ജാലിന്റെ ഫിത്ന എന്നുള്ളത്. വളരെ പ്രാധാന്യത്തോടുകൂടി മുസ്ലിം ലോകം പഠിക്കേണ്ട ഒരു വിഷയമാണ് ഫിത്നത്തുൽ മസീഹിദ്ദജ്ജാൽ, മസീഹുദ്ദജ്ജാലിന്റെ ഫിത്ന എന്നുള്ളത്. വളരെ കൃത്യമായി മനസ്സിലാക്കണം. എന്തിനാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നമ്മൾ പഠിക്കുന്നത്? എന്തിനാണ് ഫിത്നത്തുൽ മസീഹിദ്ദജ്ജാൽ, ദജ്ജാലിന്റെ ഫിത്ന എന്തിനാണ് നമ്മൾ പഠിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ ഒരു സത്യവിശ്വാസിക്ക് കൃത്യമായ മറുപടിയുണ്ട്. ഒന്നാമത്തെ മറുപടി, എല്ലാ പ്രവാചകന്മാരും താക്കീത് ചെയ്തിട്ടുള്ള വിഷയമാണ് മസീഹുദ്ദജ്ജാൽ വരുമെന്നുള്ളതും അവന്റെ ഫിത്നയെ സംബന്ധിച്ച് എല്ലാ പ്രവാചകന്മാരും അവരുടെ ഉമ്മത്തിന് താക്കീത് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നല്ലാഹ ലം യബ്അത്ത് നബിയ്യൻ ഇല്ലാ ഹദ്ദറ ഉമ്മതഹു അൽഅവറ ദജ്ജാൽ. അല്ലാഹു തആല ഒരു നബിയെയും നിയോഗിച്ചിട്ടില്ല. ഇല്ലാ ഹദ്ദറ ഉമ്മതഹു അൽഅവറ ദജ്ജാൽ, ഒറ്റക്കണ്ണനായ ദജ്ജാലിനെ സംബന്ധിച്ച് നൽകിയിട്ടല്ലാതെ അല്ലെങ്കിൽ താക്കീത് നൽകിയിട്ടല്ലാതെ ഒരു പ്രവാചകനെയും അല്ലാഹു തആല നിയോഗിച്ചിട്ടില്ല. ഫഇന്നീ ലഉൻദിറുകുമൂഹു, അതുകൊണ്ട് ഞാനും ഇതാ താക്കീത് നൽകുന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. എല്ലാ പ്രവാചകന്മാരും താക്കീത് ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ് മസീഹുദ്ദജ്ജാലിന്റെ ആഗമനം എന്നുള്ളത് കൊണ്ട് തന്നെ സത്യവിശ്വാസികൾ അത് മനസ്സിലാക്കണം, പഠിക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തെ കാരണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞിട്ടുണ്ട്, ഈ ഭൂലോകത്ത് മനുഷ്യനുണ്ടായത് മുതൽ ലോകാവസാനം വരെ ഉണ്ടായേക്കാവുന്ന ഫിത്നകളിൽ വെച്ച് ഏറ്റവും വലിയ ഫിത്ന അത് മസീഹുദ്ദജ്ജാലിന്റെ ഫിത്നയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി പറയുകയാണ്, ലം തകുൻ ഫിത്നതുൻ അലാ വജ്ഹിൽ അർളി മുൻദു ദറ അല്ലാഹു ദുർരിയത ആദം ഹത്താ തകൂനു ലൻ തകുൻ ഫിത്നതുൻ അലാ വജ്ഹിൽ അർളി, ഈ ഭൂമിയിൽ ഒരു ഫിത്നയുമില്ല മുൻദു ദറ അല്ലാഹു ദുർരിയത ആദം, അല്ലാഹു തആല ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പുത്രൻ അഥവാ മനുഷ്യനെ സൃഷ്ടിച്ചത് മുതൽ വലാ തകൂനു ഹത്താ തഖൂമ അസ്സാഅ, ഖിയാമത്ത് നാൾ വരെയും ഉണ്ടാവുകയില്ല അഅളമ മിൻ ഫിത്നത്തി ദജ്ജാൽ, ഫിത്നത്തു ദജ്ജാൽ, ദജ്ജാലിന്റെ ഫിത്നയേക്കാൾ ഒരു വലിയ ഫിത്ന ലോകത്തിന് കടന്നു വരാനില്ല. അല്ലെങ്കിൽ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ള ഫിത്നകളിൽ ഏറ്റവും വലിയ ഫിത്ന എന്ന് പറഞ്ഞാൽ, ഈ ഭൂമിയിലുള്ള ഏറ്റവും വലിയ ഫിത്ന എന്ന് പറഞ്ഞാൽ ദജ്ജാലിന്റെ ഫിത്നയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളത് പഠിക്കണം, മനസ്സിലാക്കണം. എന്തിനാണ് ഫിത്നകളെ കുറിച്ചും ഷർറുകളെ കുറിച്ചും തിന്മകളെ കുറിച്ചും പഠിക്കുന്നത്? അതിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു പ്രസിദ്ധമായ ഹദീസിൽ കാണാൻ സാധിക്കും. അദ്ദേഹം പറയുകയാണ്, കാനൂ യസ്അലൂന അനിൽ ഖൈരി, സ്വഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നന്മയെ സംബന്ധിച്ചാണ് ചോദിക്കാറുണ്ടായിരുന്നത്. വകുൻതു അസ്അലു അനിശ്ശർരി, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തിന്മയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഫിത്നകളെ സംബന്ധിച്ച് കുഴപ്പങ്ങളെ സംബന്ധിച്ചാണ് റസൂലിനോട് ചോദിക്കാറുള്ളത്. മഖാഫത അൻ യുദ്രികനി, ആ ഷർറ് എന്നെ ബാധിക്കുമോ എന്ന് പേടിച്ചുകൊണ്ട് എന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുകയാണ്. അത്തരത്തിൽ ഫിത്നകളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്, പ്രശ്നങ്ങളെ സംബന്ധിച്ച് പഠിക്കുന്നത് അത് നമ്മളിലേക്ക് ബാധിക്കാതിരിക്കാനാണ്. ഒരു കവി പാടിയിട്ടുണ്ട്, അറഫ്തു ശർറ ലാ ലിശ്ശർരി വലാകിൻ ലിതവഖീഹി, ഞാൻ തിന്മകളെ സംബന്ധിച്ച് മനസ്സിലാക്കി, ലാലിശ്ശർരി, ആ തിന്മ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, വലാകിൻ ലിതവഖീഹി, അതിൽ നിന്ന് സുരക്ഷിതത്വം ലഭിക്കാൻ വേണ്ടിയിട്ടാണ്, അതിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വമൻ ലാ യഅരിഫു ശർറ മിനൽ ഖൈരി യഖഉ ഫീഹി, ഒരാൾക്ക് നന്മയിൽ നിന്ന് തിന്മ ഏതാണെന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ യഖഉ ഫീഹി, അവൻ ആ തിന്മയിൽ ചെന്ന് ചാടുമെന്നുള്ളതാണ് ഈ കവി പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഈ ഫിത്നയെ സംബന്ധിച്ച് പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും അതിനെക്കുറിച്ച് വായിക്കുന്നതും എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഫിത്നയിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. മാത്രമല്ല, എന്തിനാണ് ഈ വിഷയം നമ്മൾ പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ മൂന്നാമത്തെ ഒരു മറുപടി, സത്യവിശ്വാസിയുടെ മറുപടി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലാ യഖ്റുജു ദജ്ജാലു, ദജ്ജാൽ പുറപ്പെടുകയില്ല, ഹത്താ യദ്ഹല നാസു അൻ ദിക്രിഹി, ജനങ്ങൾ അവനെ സംബന്ധിച്ചുള്ള സംസാരത്തിൽ നിന്ന് അശ്രദ്ധരാകുന്നത് വരെ, അവനെ കുറിച്ച് സംസാരിക്കാൻ ആളില്ലാത്ത, ദജ്ജാലിനെ സംബന്ധിച്ച് അറിയാത്ത ഒരു സമൂഹത്തിലാണ് അല്ലെങ്കിൽ ആ ഒരു സന്ദർഭത്തിലാണ് ദജ്ജാൽ കടന്നു വരിക. വഹത്താ തത്റുകൽ അഇമ്മതു ദിക്റഹു അലൽ മനാബിർ, അതുപോലെ തന്നെ ഇമാമുകൾ, പണ്ഡിതന്മാർ, പ്രാസംഗികന്മാർ ആ ദജ്ജാലിനെ സംബന്ധിച്ച് ഒന്നും പറയാത്ത
മിമ്പറുകളിൽ വെച്ചവർ സംസാരിക്കാത്ത ഒരു അവസ്ഥയിലാണ് അവൻ കടന്നു വരിക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഫിത്നയിൽ പെടാതിരിക്കാൻ നമ്മൾ അവനെ കുറിച്ച് പഠിക്കുകയും അവനെക്കുറിച്ച് അവന്റെ ഷർറിനെ സംബന്ധിച്ച് ഫിത്നയെ സംബന്ധിച്ച് വ്യാപകമായി പഠിപ്പിച്ചു കൊടുക്കുകയും വേണം. അവൻ ആ ഒരു സന്ദർഭത്തിൽ അത് പഠിക്കുന്ന, അത് ചിന്തിക്കുന്ന, അത് സംസാരിക്കുന്ന സന്ദർഭത്തിൽ കടന്നു വരികയില്ല. അവന്റെ ഫിത്നയിൽ നിന്ന് അത് വരാതിരിക്കാൻ യഥാർത്ഥത്തിൽ ഈ ഒരു പഠനം കൊണ്ട് കാര്യമാകുമെന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം, പഠിക്കണം, കൃത്യമായി മനസ്സിലാക്കണം എന്നുള്ളതാണ്. എന്നാൽ പലപ്പോഴും ഇത്തരത്തിൽ ധാരാളം ഹദീസുകൾ കൊണ്ട് സ്ഥിരപ്പെട്ട മുതവാത്തിറായ ഹദീസുകൾ ധാരാളം, ഒരിക്കലും തള്ളാൻ പറ്റാത്ത എണ്ണം മഹാന്മാരായ സ്വഹാബികൾ, ഒരുപാട് സ്വഹാബികൾ നിവേദനം ചെയ്ത, റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് മസീഹുദ് ദജ്ജാലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഹദീസുകൾ. എന്നാൽ അതിനെ നിഷേധിക്കുന്ന, അതിനെ തള്ളിക്കളയുന്ന ആളുകൾ ഇന്നും സമൂഹത്തിലുണ്ട്, മുമ്പും സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്താണ് അവരുടെ ന്യായം? ദജ്ജാൽ എന്ന് പറഞ്ഞാൽ അത് കേവലം കള്ളച്ചരങ്ങളാണ്, അല്ലെങ്കിൽ ആ രൂപത്തിൽ കുഴപ്പങ്ങളാണ്, യുദ്ധങ്ങളാണ്, അതുപോലെ തന്നെ ശിർക്കിന്റെയും കുഫറിന്റെയും വ്യാപനമാണ് എന്നൊക്കെയാണ് അവർ പറയുന്നത്. പലപ്പോഴും മുഹമ്മദ് അബ്ദു എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം മുസ്ലിം നവോത്ഥാന നായകനായിക്കൊണ്ടാണ് പലപ്പോഴും അറിയപ്പെടുന്നത് എങ്കിലും യഥാർത്ഥത്തിൽ അദ്ദേഹം പൂർണ്ണമായി അഖ്ലാനിയത്തിനോട് സലഫികൾക്ക് യോജിക്കാൻ പറ്റാത്ത ഒരു പണ്ഡിതനാണ്. ആ രൂപത്തിലുള്ള ഒരാളാണ് മുഹമ്മദ് അബ്ദു. അദ്ദേഹം ഈ ദജ്ജാലിന്റെ അസ്തിത്വത്തെ നിഷേധിക്കുന്നത് കാണാൻ സാധിക്കും. അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം? അദ്ദേഹം പറയുകയാണ്, ദജ്ജാൽ എന്ന് പറഞ്ഞാൽ റംസുൻ ലിൽ ഖുറാഫാതി വദ്ദജ്ലി വൽ ഖബായിഹ്. ദജ്ജാൽ എന്ന് പറഞ്ഞാൽ ഖുറാഫാത്താണ്, അന്ധവിശ്വാസങ്ങളാണ്, അതിനുള്ള സിംബലാണ്, അതിന്റെ ഒരു അടയാളമാണ്. അതുപോലെ തന്നെ കള്ളത്തരത്തിന്റെയും മോശപ്പെട്ട പ്രവർത്തനങ്ങളുടെയും ചില അടയാളങ്ങളും സിംബലുകളുമാണ് യഥാർത്ഥത്തിൽ ദജ്ജാൽ. എന്നാൽ കേവലം ഒരു വ്യക്തിയല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാടെന്താ? മഹാന്മാരായ പണ്ഡിതന്മാർ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അൽ ഖാദി ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ദജ്ജാൽ എന്ന് പറഞ്ഞാൽ കേവലം ഖുറാഫാത്തുകളുടെയോ ശിർക്കിന്റെയും കുഫ്റിന്റെയും വ്യാപനത്തിന്റെയോ ഒരു സിംബലാണ്, അടയാളമോ അല്ല. വഇന്നഹു ശഖ്സുൻ മുഅയ്യനുൻ യബ്തലില്ലാഹു ബിഹി അൽ ഇബാദ്. ദജ്ജാൽ എന്ന് പറഞ്ഞാൽ ഇന്നഹു ശഖ്സുൻ മുഅയ്യൻ, അവനൊരു നിർണയിക്കപ്പെട്ട ഒരു മനുഷ്യനാണ്, ഒരു വ്യക്തിയാണ്. യബ്തലില്ലാഹു ബിഹി അൽ ഇബാദ്, അല്ലാഹു തആല ജനങ്ങളെ, സൃഷ്ടികളെ പരീക്ഷിക്കാൻ വേണ്ടി അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അവന് പല കഴിവുകളും അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ മനുഷ്യനെ പരീക്ഷിക്കാൻ വേണ്ടി അല്ലാഹു തആല നിയോഗിച്ചിട്ടുള്ള, അല്ലെങ്കിൽ നിയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരു മനുഷ്യനാണ് യഥാർത്ഥത്തിൽ ദജ്ജാൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് ഹദീസുകൾ ആ വിഷയത്തിൽ, ദജ്ജാലിന്റെ വിഷയത്തിൽ കടന്നു വന്നിട്ടുണ്ട്. ധാരാളമായി വളരെ വിശദമായി പഠിക്കേണ്ട ഒരു വിഷയമാണ്. പക്ഷേ നമ്മൾ അടിസ്ഥാനപരമായി ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ദജ്ജാൽ ഉണ്ടെന്ന വിഷയത്തിൽ യാതൊരു തർക്കവുമില്ല. ഉമർ റളിയല്ലാഹു അൻഹു ഒരു ഖുതുബയിൽ പറയുന്നത്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാൻ സാധിക്കും. ഉമർ റളിയല്ലാഹു അൻഹു ഖുതുബ പറയുകയാണ്, സയകൂനു ഫീകും ഖൗമുൻ മിൻ ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിൽ നിന്നൊരു വിഭാഗം ആളുകൾ ഉണ്ടാകും. യുകദിബൂന റജ്മ, അവർ റജ്മനെ നിഷേധിക്കും. റജ്മ എന്ന് പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞിട്ട് വ്യഭിചരിക്കുന്നയാളെ ഒരു ഇസ്ലാമിക നിയമം അനുസരിച്ച് അവൻ എറിഞ്ഞു കൊല്ലണമെന്നാണ്. ആ നിയമത്തെ നിഷേധിക്കുന്ന ഒരു വിഭാഗം ആളുകൾ മുസ്ലിം ഉമ്മത്തിൽ നിന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്. വയുകദിബൂന ദജ്ജാല, അതുപോലെ തന്നെ ദജ്ജാൽ നിഷേധിക്കുന്ന ആളുകൾ ഈ ഉമ്മത്തിൽ നിന്നുണ്ടാകും. അതുപോലെ തന്നെ വയുകദിബൂന ബിതുലൂഇ ശംസി മിൻ മഗ്രിബിഹാ, പടിഞ്ഞാറിൽ നിന്ന് സൂര്യൻ ഉദിക്കുമെന്ന ഖിയാമത്ത് നാളിൽ ഒരു വലിയ അടയാളമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള കാര്യത്തെ നിഷേധിക്കുന്ന ആളുകൾ ഈ സമൂഹത്തിൽ ഉണ്ടാകും. അതുപോലെ തന്നെ ശഫാഅത്തിനെ നിഷേധിക്കുന്ന ആളുകൾ, അദാബുൽ ഖബർ നിഷേധിക്കുന്ന ആളുകൾ ഈ ഉമ്മത്തിൽ നിന്ന് തന്നെ ഉണ്ടാകും. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതിന് ശേഷം ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫലൈൻ അദ്റക്തുഹും ലഅഖ്തുലന്നഹും ഖത്ല ആദിൻ വസമൂദ്, ഞാൻ ജീവിക്കുന്ന സമയത്താണ് അവരുണ്ടാകുന്നത് എങ്കിൽ ഞാൻ അവരെ ആദ് സമൂദ് ഗോത്രത്തെ തകർത്തതുപോലെ ആ രൂപത്തിൽ അവരെ കൊല ചെയ്യുമെന്ന് ഉമർ റളിയല്ലാഹു അൻഹു, ഭരണാധികാരിയായ ഉമർ റളിയല്ലാഹു അൻഹു ഒരു ഖുതുബയിൽ പറഞ്ഞതായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹീഹായ സംഭവത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരത്തിൽ ദജ്ജാലിനെയും അതിന്റെ അസ്തിത്വത്തെയും നിഷേധിക്കുന്ന ആളുകൾ കടന്നു വരുമെന്നുള്ളത് പ്രവചിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദജ്ജാൽ ഉണ്ട് എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅന ആഖിറുൽ അംബിയ, ഞാൻ അവസാനത്തെ പ്രവാചകനാണ്. വഅൻതും ആഖിറുൽ ഉമം, നിങ്ങൾ അവസാനത്തെ സമൂഹമാണ്. വഹുവ ഖാരിജുൻ ഫീകും ലാ മഹാല, ദജ്ജാൽ നിങ്ങളിലാണ് പ്രത്യക്ഷപ്പെടുക, ഈ ഉമ്മത്തിലാണ് ദജ്ജാൽ ഉണ്ടാവുക. ലാ മഹാല, അതിലൊരു സംശയവുമില്ല. അവൻ സത്യമാണ്. ഇന്നഹു ഖരീബ്, മാത്രമല്ല അവൻ വളരെ അടുത്താണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വളരെ അടുത്ത് തന്നെ അവൻ വരും. വകുല്ലു മാ ഹു ആതിൻ ഫഹു ഖരീബ്, എന്തൊക്കെയാണോ വരാനുള്ളത്, ഖിയാമത്ത് നാളിന് മുമ്പ് എന്തൊക്കെ സംഭവിക്കാനുണ്ടോ അതെല്ലാം ഉടനടി സംഭവിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിഷയം നമ്മൾ വളരെ ഗൗരവത്തിൽ പഠിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്.
വിശാലമായ അവന്റെ ഫിത്നകളും ഒരുപാട് ഫിത്നകൾ അവൻ വ്യാപിപ്പിക്കുമെന്നും ഒക്കെ ഹദീസുകളിൽ കാണാൻ സാധിക്കും. എന്നാൽ ഈ ദജ്ജാലിന്റെ ശർറിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 5 മാർഗങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഹദീസുകളിൽ നിന്ന്. അത് നമുക്ക് കാണാൻ സാധിക്കും. അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം അവന്റെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാൻ. ഒന്നാമത്തെ മാർഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഅവ്വദു ബില്ലാഹി മിൻ ഫിത്നത്തി ദജ്ജാൽ. ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് നിങ്ങൾ അല്ലാഹുവിനോട് രക്ഷ തേടണം എന്നുള്ളതാണ്. സഹാബത്ത് പറഞ്ഞു, നഊദു ബില്ലാഹി മിൻ ഫിത്നത്തി ദജ്ജാൽ. ദജ്ജാലിന്റെ ഫിത്നയിൽ ഞങ്ങൾ അല്ലാഹുവിനോട് ഞങ്ങൾ ശരണം തേടുന്നു എന്ന് പ്രഖ്യാപിച്ചു. മാത്രമല്ല നമസ്കാര വേളയിൽ തശഹുദിന്റെ അവസാനത്തെ സമയത്ത് തശഹുദുൽ അഖീർ അവസാനത്തെ തശഹുദിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞു, ഇദാ ഫറഗ അഹദുകും മിന തശഹുദിൽ ആഖിർ. അവസാനത്തെ തശഹുദിൽ നിങ്ങൾ വിരമിച്ചാൽ അഥവാ തശഹുദും സ്വലാത്തും ചൊല്ലിക്കഴിഞ്ഞാൽ ഫല്യസ്തഇദ് ബില്ലാഹി മിൻ 40. 4 കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനോട് ശരണം തേടണം, രക്ഷ തേടണം എന്ന് പറഞ്ഞുകൊണ്ട് 4 കാര്യങ്ങളിൽ ഒന്ന് ഫിത്നത്തുൽ മസീഹി ദജ്ജാൽ, മസീഹു ദജ്ജാലിന്റെ ഫിത്നയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം അല്ലാഹുവിനോട് രക്ഷ തേടുക, ശരണം തേടുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ച സ്വഹീഹായ ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും, മൻ ഹഫിള 10 ആയാത്തിൻ മിൻ അവ്വലി സൂറത്തുൽ കഹ്ഫ്. സൂറത്തുൽ കഹ്ഫിന്റെ ആദ്യ ഭാഗത്തിൽ നിന്ന് ആരെങ്കിലും 10 ആയത്ത് മനഃപ്പാഠമാക്കിയാൽ ഉസിമ മിൻ ഫിത്നത്തി ദജ്ജാൽ, അല്ലെങ്കിൽ ഉസിമ മിന ദജ്ജാൽ, ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് അവൻ സുരക്ഷിതനാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ കഹ്ഫിന്റെ ആദ്യത്തെ 10 ആയത്ത് മനഃപ്പാഠമാക്കിയാൽ ദജ്ജാൽ വരുന്ന സന്ദർഭത്തിൽ അവന്റെ മുഖത്തേക്ക് നോക്കി അത് പാരായണം ചെയ്താൽ ദജ്ജാലിനൊന്നും കാണിക്കാൻ സാധിക്കുകയില്ല, അവനെ യാതൊരു നിലക്കും ഉപദ്രവിക്കാൻ സാധിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതാണ് രണ്ടാമത്തെ മാർഗം എന്നുള്ളതാണ്. മൂന്നാമത്തെ മാർഗം എന്ന് പറഞ്ഞാൽ ദജ്ജാലിനെ സംബന്ധിച്ച് ദജ്ജാൽ വന്നു എന്നറിഞ്ഞാൽ ദജ്ജാൽ വരുന്ന കൃത്യമായ സ്ഥലവും സമയവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സന്ദർഭത്തിൽ വന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരിൽ നിന്ന് ഓടിയകലണം. ഒരിക്കലും അവന്റെ പ്രകടനങ്ങൾ കാണാനോ അവന്റെ കാട്ടിക്കൂട്ടലുകൾ കാണാനോ ഒരിക്കലും നമ്മൾ അങ്ങോട്ട് ചെല്ലാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സമിഅ ബിദ്ദജ്ജാൽ, ആരെങ്കിലും ദജ്ജാൽ വന്നിട്ടുണ്ട് എന്ന് കേട്ടാൽ ഫല്യൻഅ അൻഹു, അവൻ അവരിൽ നിന്ന് ഓടിപ്പോകണം, അവരിൽ നിന്ന് മാറിപ്പോകണം. കാരണം എന്താ? വല്ലാഹി, അല്ലാഹു റസൂൽ പറയുന്നു, അല്ലാഹുവാണ് സത്യം, ഇന്നർ റജുല ലയതീഹി വഹുവ അന്നഹു യഹ്സിബു അന്നഹു, ഒരു മനുഷ്യൻ എന്താണ്? അല്ലാഹുവാണ് സത്യം, ഇന്നർ റജുല ലയതീഹി, ഒരു മനുഷ്യൻ പിശാചിന്റെ ആ ദജ്ജാലിന്റെ അടുത്തേക്ക് ചെല്ലും, അവൻ വഹുവ യഹ്സിബു അന്നഹു മുഅ്മിൻ, സത്യവിശ്വാസിയാണ്, എനിക്ക് വിശ്വാസമുണ്ട്, ഞാൻ അവന്റെ ഫിത്നയിലൊന്നും പെടൂല എന്ന് കരുതി ആ ദജ്ജാലിന്റെ ഫിത്നകൾ കാണാൻ അവൻ അവന്റെ അടുത്തേക്ക് ഓടിപ്പോകും. പക്ഷേ ആ ദജ്ജാൽ പടച്ചുവിടുന്ന, അവൻ ഉണ്ടാക്കിവിടുന്ന ആ ശുബ്ഹത്തുകളിൽ നിന്നും അവന്റെ ഫിത്നകളിലും പെട്ട് അവന്റെ അനുയായിയായി അവൻ മാറും, കാഫിറായി മാറും ഒരവസ്ഥ ഉണ്ടാകും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദജ്ജാൽ വന്നിട്ടുണ്ട് എന്നറിഞ്ഞാൽ അവനിൽ നിന്ന് ഓടിപ്പോകണം. ഒരിക്കലും അവന്റെ പ്രകടനങ്ങളും കാട്ടിക്കൂട്ടലുകളും ഒന്നും കാണാൻ അവിടേക്ക് പോകരുത് എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേക കൽപ്പന എന്നുള്ളതാണ്. ഇതാണ് മൂന്നാമത്തെ കാര്യം. അല്ലാഹു തആല കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. ഖിയാമത്ത് നാളിന്റെ വലിയ അടയാളങ്ങളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമാണ് മസീഹു ദജ്ജാലിന്റെ വരവ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങളാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. മസീഹു ദജ്ജാലിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ, അവന്റെ ഫിത്നയിൽ നിന്ന് സുരക്ഷിതനാകാനുള്ള മാർഗങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നാലാമത്തെ ഒരു കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ദജ്ജാലിനെ സംബന്ധിച്ചിടത്തോളം യജീഉ ദജ്ജാൽ ഫയതഉൽ അർള ഇല്ലാ മക്കത വൽ മദീന, ദജ്ജാൽ കടന്നു വരും, ഭൂമി എല്ലായിടത്തും, ഭൂമിയിലുള്ള എല്ലാ പ്രദേശങ്ങളിലും അവൻ ചുറ്റിക്കറങ്ങും. ഇല്ല മക്കത വൽ മദീന, മക്കയിലും മദീനയിലും ഒഴികെ. മക്കയിലും മദീനയിലും അവനെ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. ഫയഅതിൽ മദീന, മദീനയിലേക്ക് അവൻ കടന്നു വരും. ഫയജിദു ബികുല്ലി നഖമിൻ മിൻ നിഖാബിഹാ മിനൽ മലായിക, മദീനയുടെ വാതിൽക്കൽ അവൻ ചെല്ലും. ഒരുപാട് വാതിലുകൾ, കവാടങ്ങളുള്ള മദീനയിലേക്ക് അവൻ ചെല്ലും. പക്ഷേ അവിടെയെല്ലാം അണിയണിയായി നിൽക്കുന്ന മലായിക്കത്തുകൾ ഉണ്ടാകുമെന്നുള്ളതാണ്. ഊരിപ്പിടിച്ച വാളുമായി മലായിക്കത്തുകൾ ഉണ്ടാകുമെന്നാണ് മറ്റൊരു റിപ്പോർട്ടിലുള്ളത്. ദജ്ജാലിനെ അങ്ങോട്ട് പ്രവേശിക്കാൻ മലായിക്കത്തുകൾ സമ്മതിക്കുകയില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മക്കയിലും മദീനയിലും പോയി താമസിക്കാൻ പറ്റുന്നവർ ആ ഒരു സന്ദർഭത്തിൽ അവിടെ പോയി താമസിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും മുനാഫിക്കും മുനാഫിക്കത്തുമായ
വിശ്വാസമില്ലാത്ത ഒരാൾക്കും മക്കയിലും മദീനയിലും പോയി താമസിക്കാൻ പറ്റൂല എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫതർജുഫുൽ മദീനതു ബിഅഹ്ലിഹാ തലാസ റജ്ഫാത്തിൻ. ഈ ഒരു സന്ദർഭത്തിൽ മദീന 3 കുലുക്കം കുലുങ്ങും. ആ മദീനയിലുള്ള ആളുകളുമായി 3 കുലുക്കം മദീന കുലുങ്ങും എന്നുള്ളതാണ്. ഫലാ യബ്ഖാ മുനാഫിഖുൻ വലാ മുനാഫിഖത്തുൻ ഇല്ലാ ഖറജ ഇലൈഹി. ആ മദീനയിലുള്ള എല്ലാ മുനാഫിക്കും കപടവിശ്വാസികളും കപടവിശ്വാസിനികളും ദജ്ജാലിന്റെ അടുത്തേക്ക് പുറപ്പെടും. അഥവാ ഫതൻഫിൽ ഖബത മിൻഹ, ആ മദീന അതിന്റെ മാലിന്യങ്ങളെ, മുനാഫിഖത്തുകളും മുനാഫിക്കുകളുമായ ആ മാലിന്യത്തെ ആ മദീനയിൽ നിന്ന് പുറന്തള്ളും. കമാ യൻഫിൽ ഖീറു ഖബസൽ ഹദീദ്, ഉല ഇരുമ്പിന്റെ മാലിന്യങ്ങളെയും വേസ്റ്റുകളെയും പുറന്തള്ളുന്നത് പോലെ മദീന മുനാഫിക്കുകളെയും മുനാഫിഖത്തുകളെയും പുറന്തള്ളും എന്നുള്ളതാണ്. ആ മദീന മുനാഫിക്കുകളെയും മുനാഫിഖത്തുകളെയും പുറന്തള്ളുന്ന ആ ദിവസത്തെ സംബന്ധിച്ച് റസൂൽ പറയാണ്, അത് യൗമുൽ ഖലാസ്, അത് രക്ഷയുടെ ദിവസം എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, വഅക്തറു മൻ യഖ്റുജു ഇലൈഹി അൻ-നിസാ. അന്ന് ദജ്ജാൽ വന്നിട്ടുണ്ടെന്ന് അറിയുമ്പോൾ ദജ്ജാലിന്റെ പ്രകടനങ്ങൾ കാണാൻ ഏറ്റവും കൂടുതൽ അവിടേക്ക് എത്തിപ്പെടുക സ്ത്രീകളാണ്. അത് സ്ത്രീകളെ പ്രത്യേകം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് തന്നെ മദീനയിലാണെങ്കിലും മക്കയിലാണെങ്കിലും ഈമാനില്ലാതെ ഒരിക്കലും അവിടെ സുരക്ഷിതരായി കഴിയാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച 4-ാമത്തെ കാര്യം മക്കയിലും മദീനയിലും പോയി താമസിക്കുക എന്നുള്ളതാണ്. 5-ാമത്തെ കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫലാ യബ്ഖാ ശൈഉൻ മിനൽ അർദി ഇല്ലാ വതിയഹു വദഹറ അലൈഹി. ഭൂമിയിൽ ഒരു സ്ഥലവുമില്ല, എല്ലായിടത്തും ദജ്ജാൽ കടന്നു വരും. ഇല്ല 4 മസാജിദ, 4 പള്ളികളിലൊഴികെ. പള്ളി എന്ന നിലക്ക് 4 പള്ളികളിൽ ദജ്ജാൽ പ്രവേശിക്കുകയില്ല എന്നുള്ളതാണ്. മസ്ജിദു മക്ക മസ്ജിദുൽ മദീന, മസ്ജിദുൽ നബവി, അതുപോലെ തന്നെ മസ്ജിദുൽ ഹറാം. മക്കയിലും മദീനയിലുമുള്ള 2 പള്ളികളിൽ, മക്കയിലും മദീനയിലും തന്നെ ദജ്ജാലിനെ പ്രവേശിക്കാൻ സാധിക്കൂല. അതുകൊണ്ട് തന്നെ അവിടെയുള്ള പള്ളികളിലും പ്രവേശിക്കാൻ സാധിക്കൂല. വേറെ 2 പള്ളി കൂടി റസൂലുള്ള പറഞ്ഞു, മസ്ജിദു തൂർ, തൂർ എന്ന പ്രദേശത്തുള്ള പള്ളിയിലും ദജ്ജാലിന് പ്രവേശിക്കാൻ സാധിക്കുകയില്ല. മസ്ജിദുൽ അഖ്സ, അതുപോലെ തന്നെ മസ്ജിദുൽ അഖ്സയിലും ദജ്ജാലിനെ സംബന്ധിച്ചിടത്തോളം പ്രവേശിക്കാൻ സാധിക്കുകയില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ സൗകര്യപ്പെടുന്നവർ അവിടേക്ക് അഭയം കൊള്ളുക എന്നുള്ളതാണ്. ഈ ഒരു 5 കാര്യങ്ങളാണ് അവന്റെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമായി ഹദീസിൽ നമുക്ക് ലഭിക്കുന്ന കാര്യം. അല്ലാഹു തആല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ഈ ഖിയാമത്ത് നാളിനെ ഏതു സമയത്തും പ്രതീക്ഷിച്ചുകൊണ്ട് മുന്നോട്ടു പോകാനും ഉള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വ്യക്തിപരമായ ഓരോ ആളുകളുടെയും ഖിയാമത്ത് നാൾ, അല്ലെങ്കിൽ അവിടെ ആഖിറം തുടങ്ങുന്നത് യഥാർത്ഥത്തിൽ അവന്റെ മരണത്തോടുകൂടിയാണ്. ഞാൻ മരിക്കുന്നതോടുകൂടി എന്റെ ആഖിറത്ത്, പരലോക ജീവിതം ആരംഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മരിക്കുമ്പോൾ മുത്തഖിയായി മരിക്കാൻ ഉള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾക്കെല്ലാം അല്ലാഹു തആല മാറി ചിന്തിക്കാനുള്ള മനസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. അല്ലാഹു തആല മാറ്റണമെങ്കിൽ ഒരിക്കൽ നമ്മൾ മാറണമെന്ന ചിന്ത, അല്ലെങ്കിൽ നമ്മൾക്ക് മാറണമെന്ന സ്വയം ചിന്ത ഉണ്ടാകുന്നത് വരെ അല്ലാഹു തആല നമ്മളെ ആരും മാറ്റുകയില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു തആല മാറാനുള്ള ഒരു മനസ്സ് നൽകി മുത്തഖിയായി ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. الله أكبر. لا إله إلا الله.